എന്ത് സംഭവ ബഹുലമായിരുന്നു 2025. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ നമ്മൾ ഒട്ടും നടക്കുമെന്ന് സംഭവിക്കാത്ത എത്രയോ കാര്യങ്ങൾ നടന്നു. അത് നല്ല രീതിയിലും മോശം രീതിയിലുമൊക്കെ. അങ്ങനെ ഒരു സംഭവ ബഹുലമായ 2025 വിടവാങ്ങുകയാണ്. 2026 ഇനി ബാക്കിയുള്ളത് വെറും 11 മിനിറ്റുകൾ മാത്രമാണ്. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, തിരുവനന്തപുരത്ത് ശംഖുമുഖം, വർക്കല, അങ്ങനെ കോവളം, എല്ലായിടത്തും വലിയ വലിയ ആഘോഷ പരിപാടികളാണ്. എവിടെയാണുള്ളത്? എങ്ങനെയാണ് ആഘോഷം? ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്തുകാർക്ക് വലിയ പ്രത്യേകതയാണ്. കാരണം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ശംഖുമുഖത്തായിക്കോട്ടെ, ബീച്ചുകളിലായിക്കോട്ടെ, എല്ലാവരുടെയും വലിയ ആഘോഷങ്ങളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്രാഫ്റ്റ് വില്ലേജിലാണ്. അവിടെ ഇപ്പോൾ ക്ലബ്ബുമായി ചേർന്നുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ഇപ്രാവശ്യത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയിലെ പോലെ പാപ്പാനിയെ കത്തിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചിക്കാരുടെ ഒരു അഹങ്കാരമായിരുന്നു, സ്വകാര്യ അഹങ്കാരമായിരുന്നു ഈ ഒരു പാപ്പാനിയെ കത്തിച്ചുകൊണ്ട് ആഘോഷം, അതായത് പുതുവത്സര ആഘോഷം നടത്തുക എന്ന് പറയുന്നത്. അതിന് കിടപിടിക്കുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ക്രാഫ്റ്റ് വില്ലേജിൽ പാപ്പാനി ഒരുങ്ങിക്കഴിഞ്ഞു. നിമിഷങ്ങൾക്ക് ശേഷം ഇവിടെ പാപ്പാനിയെ കത്തിച്ചുകൊണ്ട് പുതുവത്സരത്തെ സ്വീകരിച്ചിട്ടും അത്തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഹിരൺമയുടെ DJ പരിപാടികളായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മണിക്കൂറുകൾ മുമ്പ് തന്നെ ഇവിടെ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ വലിയ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാപ്പാനിയെ കത്തിച്ചതിനു ശേഷം 1 മണി വരെ ഇവിടെ ആഘോഷങ്ങൾ തുടരും. 12:50 വരെ ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ജനത്തിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് കാണുന്നതിന്റെ അത്ര കണ്ടില്ലെങ്കിൽ പോലും ഒരു വളരെ സൗകര്യപൂർവ്വം ഇവിടെ വന്ന് ആഘോഷിക്കാനൊരു സാഹചര്യമുണ്ട്. കുടുംബങ്ങളായിട്ടാണ് വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികളും ഒപ്പം വലിയൊരു ജനാവലി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2026 വളരെ വർണ്ണാഭമായി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും ഒരു വർഷത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒപ്പം സന്തോഷങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു പുതുവർഷത്തെ സ്വീകരിക്കാനുള്ള ഒരു ആഘോഷം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. ഒരു വലിയൊരു ആഘോഷം. നിമിഷങ്ങൾ മാത്രമാണ് 2026 ലോകം ചുവടുവെക്കാൻ പോകുന്നു. ഒരു വർഷത്തെ എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് എല്ലാവരും, തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ജനങ്ങൾ എല്ലാവരും വന്ന് തലസ്ഥാന നഗരിയിൽ ഒരു ആഘോഷത്തിന്റെ രാവാണെന്ന് ഒരു നിമിഷങ്ങൾക്കകം ദൃശ്യങ്ങളിൽ കാണുന്ന പാപ്പാനിയെ കത്തിച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കും. കോവളം ക്രാഫ്റ്റ്സ് വില്ലേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ DJ നൈറ്റൊക്കെയായി ആളുകൾ ആഘോഷപൂർവ്വം ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇനി വെറും 8 മിനിറ്റാണ് പുതുവർഷ പുലരിയിലേക്ക് നമുക്ക് കടക്കാൻ കാത്തിരിക്കുന്ന വെറും 8 മിനിറ്റ്. ഇതുവരെയുള്ള എല്ലാ